ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. RFDL-ൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. സോൺ മത്സരങ്ങളിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തി. പിന്നീട് നാഷണൽ സ്റ്റേജ് മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തി. അങ്ങനെ സെമി ഫൈനൽ വരെ എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിന് സാധിച്ചിരുന്നു. സെമി ഫൈനലിൽ ബംഗളൂരു FC-യുടെ റിസർവ് ടീമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. എന്നാൽ അവിടെ സകലതും പിഴച്ചു. ബംഗളൂരു FC സർവാധിപത്യം പുലർത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇരുപാദങ്ങളിലായി നടന്ന മത്സരത്തിൽ ആകെ എതിരില്ലാത്ത 10 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC-യോട് പരാജയപ്പെട്ടത്. ആദ്യ പാദത്തിൽ തന്നെ 7 ഗോളുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പുറത്താവൽ സമ്മതിച്ചിരുന്നു. രണ്ടാം പാദത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബംഗളൂരു FC വിജയിച്ചത്. അങ്ങനെ അഗ്രിഗേറ്റിൽ എതിരില്ലാത്ത 10 ഗോളുകൾക്ക് ബംഗളൂരു FC-യോട് പരാജയപ്പെട്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫൈനൽ കാണാതെ പുറത്തായിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം ഇതുവരെ മികച്ച രൂപത്തിൽ കളിച്ചു. പക്ഷേ ഇത് ഒട്ടും അംഗീകരിക്കാനാവാത്ത ഒരു റിസൾട്ടാണ്. നാണം കെട്ടുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. ഇനിയിപ്പോൾ 3-ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെമി ഫൈനൽ വരെ ഏറ്റവും മികച്ച രൂപത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു തോൽവി അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ക്ഷീണം ചെയ്യുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.